ഇന്ന് ഫെബ്രുവരി 22 പാകിസ്ഥാനെ സംബന്ധിച്ച ഒരു നിർണായക ദിനം. ലോകത്തിനു മുമ്പിൽ നാണം കെടണോ അതോ ആത്മാഭിമാനം വീണ്ടെടുക്കണോ എന്ന് പാകിസ്ഥാന് ചിന്തിക്കേണ്ട ദിവസം. ഇന്നാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പാക് സൈന്യത്തിനും പാക് ഭരണകൂടത്തിനും നൽകിയ മുന്നറിയിപ്പിന്റെ അവസാന ദിവസം. 11 പാക് സൈനികരെ തടവിലാക്കിക്കൊണ്ട് തങ്ങളുടെ, അതായത് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ പോരാളികളെ ജയിലിൽ നിന്ന് വിട്ടയക്കണമെന്നായിരുന്നു ആവശ്യം. എന്നാൽ പാകിസ്ഥാൻ പറഞ്ഞത് ആ 11 പേരും തങ്ങളുടേതല്ല എന്ന്. കഴിഞ്ഞ ദിവസം ഞങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ ഈ സൈനികരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന ചിത്രങ്ങളടക്കം വാർത്തകൾ നൽകിയിരുന്നു. ആ സൈനികർ പറഞ്ഞത്, ഞങ്ങൾ ഇത്രയും കാലം പാകിസ്ഥാന് വേണ്ടി പ്രവർത്തിച്ചിരുന്നവരാണ്, ഒരു നിമിഷം കൊണ്ട് പാക് ഭരണകൂടം പാക് സൈന്യവും ഞങ്ങളെ തള്ളി പറഞ്ഞിരിക്കുന്നു, ഞങ്ങളുടെ ജീവൻ രക്ഷിക്കണം എന്നാണ് അവർ വളരെ ദുഃഖത്തോടു കൂടി പറയുന്ന വീഡിയോകളൊക്കെ ഇന്നലെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പുറത്തുവിട്ടിരുന്നു. ഇതുവരെ പാകിസ്ഥാൻ ഇതിനെതിരെ പ്രതികരിച്ചിട്ടില്ല. ഏതായാലും പാകിസ്ഥാൻ അവരുടെ സൈനികർക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാരണം ഇതിനോടനുബന്ധിച്ച് രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ സ്ഫോടനങ്ങളോ മറ്റോ നടക്കാനുള്ള സാധ്യതയും പാകിസ്ഥാൻ തള്ളിക്കളയുന്നില്ല. ഒപ്പം തന്നെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്തായിരിക്കും ഇന്ന് ചെയ്യുക എന്നുള്ള കാര്യവും ഏവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ്. ഈ 11 സൈനികരെ കൊലപ്പെടുത്തുമോ അതോ വീണ്ടും വിലപേശാനുള്ള സമയപരിധി നീട്ടിത്തരുമോ എന്നുള്ളതാണ്. ഏതായാലും ഇപ്പോൾ ഇവരെ തടവിൽ പാർപ്പിച്ചിരിക്കുന്നത് അഫ്ഗാനിസ്ഥാൻ ബലൂചിസ്ഥാൻ അതിർത്തി മേഖലയിലാണ്. ഇവിടെ ഈ തെഹ്രിക്കെ താലിബാനും ഒപ്പം തന്നെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിക്കും അഫ്ഗാൻ സൈന്യത്തിനുമൊക്കെ വളരെ ശക്തമായ സ്വാധീനമുള്ള ഒരു മേഖല കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഒരു കമാൻഡോ ഓപ്പറേഷനിലൂടെ ഒന്നും കടന്നു കയറി സൈനികരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമമൊന്നും പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ സാധ്യതയില്ല. നിലവിൽ തന്നെ ഈ സൈനികർ തങ്ങളുടേതല്ല എന്ന് തള്ളിപ്പറഞ്ഞിരിക്കുകയാണ് പാക് ഭരണകൂടം. ഈ സൈനികർ കൊല്ലപ്പെടുകയാണെങ്കിൽ ലോകത്തിന്റെ മുൻപിൽ പാക് സൈന്യവും പാക് ഭരണകൂടവും ഒരു നാണം കെട്ട ദിനമായിരിക്കും ഇന്ന്. കാരണം ആ സ്വന്തം സൈനികരെ രക്ഷിക്കാൻ കഴിയാതെ, അതായത് ആ സൈനികരെ തടവിൽ വെച്ച് വിലപേശാൻ ഒരു സംഘടന മുൻപോട്ട് വരുന്നു. ആ വിലപേശലിന് വഴങ്ങിക്കൊടുക്കുകയോ ഇല്ലെങ്കിൽ അവരുമായി ചർച്ച പോലും ചെയ്യാതെ ഇത് തങ്ങളുടെ സൈനികരെല്ലാം ഒറ്റയടിക്ക് പറയുകയും അവരെ കൊലക്കി കൊടുക്കുകയുമാണ് പാകിസ്ഥാൻ ചെയ്യുന്നത്. ഇവിടെയാണ് നമ്മുടെ വിംഗ് കമാൻഡർ അതിർത്തി കടന്ന് എത്തി പാകിസ്ഥാന്റെ പക്കൽ എത്തിയതും അവരെ ഇന്ത്യ എത്ര മനോഹരമായിട്ടാണ് 24 മണിക്കൂർ തികയും മുമ്പ് തിരിച്ചെത്തിച്ചതെന്നും നാം കണ്ടതാണ്. നമ്മുടെ പൗരന്മാർ ലോകത്തെവിടെയും അപകടങ്ങളിൽ പെടുമ്പോൾ ഇല്ലെങ്കിൽ ഭീകരവാദികളുടെ കയ്യിലും മറ്റുമൊക്കെ പെടുന്ന സാഹചര്യത്തിൽ അവരെ എങ്ങനെയാണ് ഇന്ത്യ രക്ഷപ്പെടുത്തുന്നതെന്നും ഈ അവസരത്തിൽ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. ന്യൂസ് ഇന്ത്യ മലയാളം.